രാത്രികാലങ്ങളിലെ നിലവിളികളും ചിലങ്കയുടെ ശബ്ദവും ആ നാട്ടിൽ പതിവായി. അസമയത്ത്, അതായത് സന്ധ്യ മയങ്ങി തുടങ്ങും മുന്നേ ആ നാട്ടിലുള്ളവർ വീടെത്തും. രാത്രി സഞ്ചാരം കുറവാണ്. രാത്രി പുറത്തിറങ്ങിയ മനുഷ്യരെ ആരും പിന്നെ ആ നാട്ടുകാർ കണ്ടിട്ടില്ല. ശവം പോലും കിട്ടിയിട്ടില്ല. ശാപം കിട്ടിയ ഒരു നാടായിരുന്നു അത്. ആരും വരാൻ ഭയക്കുന്ന ഒരു ദേശം. അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പൂജകൾ നടക്കാറില്ല. ക്ഷേത്രങ്ങൾ എപ്പോഴും അടഞ്ഞുകിടക്കും. കാവിൽ വിളക്കി വെക്കാൻ ആരും എത്താറില്ല. ഈ നാടിനെപ്പറ്റി, ശാപത്തെപ്പറ്റി ചർച്ച ചെയ്തവരെയും ശാപമോക്ഷത്തിനായി അലഞ്ഞവരെയും തേടിയെത്തിയത് മരണമായിരുന്നു. അങ്ങനെയിരിക്കെ കവലയിൽ ഒരു ജീപ്പ് വന്നെത്തി. ആ വണ്ടിയിൽ നിന്നിറങ്ങിയ ഒരാൾ ഒരു സിഗരറ്റ് വാങ്ങി വലിക്കുന്നു. ഈ നാട്ടിൽ പുതിയതാണല്ലേ? വേണുവേട്ടൻ അമ്പരപ്പോടെ ചോദിച്ചു. ഈ വഴി ആരും വരാറില്ല, മുമ്പ് കണ്ടു പരിചയവുമില്ല, അതാ ചോദിച്ചത്. ആഹാ, നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? ഇതിനൊരു അറുതി വേണ്ടേ? അന്നിവിടുത്തെ ദേവിയുടെ വിഗ്രഹം മോഷണം പോയ കേസ് അന്വേഷിച്ചത് ഞാനാ. അത് പക്ഷേ തള്ളിപ്പോയി. ചിലര് പറയുന്നത് ഞാൻ പ്രതിയെ മുക്കിയെന്നാ. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ ആ വിഗ്രഹത്തിന് പിന്നിൽ എന്തൊക്കെ കെട്ടുകഥകളാണ് ഈ നാട്ടിൽ. അയാളുടെ സംസാരം കേട്ട് ചുറ്റും കൂടി നിന്നവർ ഞെട്ടി. നിങ്ങളോട് ആര് പറഞ്ഞു ഇതൊക്കെ കെട്ടുകഥയാണെന്ന്? വേണുവേട്ടൻ പരിഭ്രാന്തിയോടെ ചോദിച്ചു. ചുണ്ടിലെ സിഗരറ്റ് നിലത്തിട്ട് അയാൾ ചവിട്ടി. എന്താ? എല്ലാവരും പരിഭ്രാന്തരായി ഓടുന്നതാണ് പിന്നീട് അയാൾ കണ്ടത്.